കീം 2025 മെട്രീസസ് ആൻഡ് ഡിറ്റർമിനൻസ് എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഏകദേശം ഒരു 3 അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ, അത്രയും ക്വസ്റ്റ്യൻസേ ചാപ്റ്ററിൽ നിന്ന് വന്നോളൂ. 3 അല്ലെങ്കിൽ 4 വലിയ പ്രശ്നമുള്ള ക്വസ്റ്റ്യനൊന്നും അല്ല. ചുരുക്കം ചില ക്വസ്റ്റ്യൻ ഡയറക്റ്റ് NCERT, മറ്റ് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ അറിഞ്ഞിരിക്കണം. NCERTയിലെ പ്രോപ്പർട്ടി തന്നെ, പക്ഷേ അത് എൻട്രൻസ് ലെവലിലൊന്ന് പ്രാക്ടീസ് ചെയ്യണമെന്ന് മാത്രം. പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഡിറ്റർമിനൻസിൻ്റെ പ്രോപ്പർട്ടീസ് അറിയാമെങ്കിൽ കുറച്ചുകൂടെ സ്പീഡിൽ ചെയ്യാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളതും ഇഷ്ടപ്പെട്ടതുമായ ഒരു ചാപ്റ്ററാണ് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ്. A is the symmetric matrix and B is the skew symmetric matrix, then A minus B. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്റർ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അവർ A+B തന്നിട്ടുണ്ട്. സിമ്മട്രിക് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, A ട്രാൻസ്പോസ് A എന്ന് എഴുതാം, B ട്രാൻസ്പോസ് മൈനസ് B എന്നും എഴുതാം. B സ്ക്യൂ സിമ്മട്രിക്കും A സിമ്മട്രിക്കും. നമ്മളിതിൻ്റെ രണ്ട് സൈഡും ട്രാൻസ്പോസ് എടുക്കും. ആൻസർ കിട്ടിക്കഴിഞ്ഞു. ലെഫ്റ്റ് സൈഡിനെ A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ് എന്ന് എഴുതാം, അല്ലേ? ട്രാൻസ്പോസിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട്. A ട്രാൻസ്പോസ് A എന്ന് എഴുതാം, സിമ്മട്രിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. B ട്രാൻസ്പോസ് മൈനസ് B എന്ന് എഴുതാം, സ്ക്യൂ സിമ്മട്രിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് ക്വസ്റ്റ്യനായി. റൈറ്റ് സൈഡ് ട്രാൻസ്പോസ് എടുക്കുക. 1, 3 എന്നുള്ളത് ഫസ്റ്റ് റോ ആണ്, അതിനെ ഫസ്റ്റ് കോളം ആക്കുന്നു. -2, 5 എന്നുള്ളത് സെക്കൻഡ് റോ ആണ്, അതിനെ സെക്കൻഡ് കോളം ആക്കുന്നു. അപ്പോൾ 1, -2, 3, 5. 1, -2, 3, 5. ഓപ്ഷൻ ഡി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, NCERTയിൽ നിങ്ങൾ കാണുന്ന ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, A തന്നിട്ടുണ്ട്, ഡിറ്റർമിനന്റ് ഓഫ് A സ്ക്വയർ. ഇത് ശരിക്കും ഡിറ്റർമിനന്റ് ഓഫ് A സ്ക്വയർ ആണ് 25 തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ A സ്ക്വയർ കണ്ടതിന് ശേഷം അതിൻ്റെ ഡിറ്റർമിനന്റ് കാണാം, തെറ്റൊന്നുമില്ല. അതിലും എളുപ്പം ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഡിറ്റർമിനന്റ് ഓഫ് A റൈസ് ടു n എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് A ഹോൾ റൈസ് ടു n. ഈ പവർ പുറത്തേക്ക് എടുക്കാം. നമ്മൾ കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡൽസിൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തതാണ്, അതുപോലെ തന്നെ. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് A സ്ക്വയർ കാണുക. അപ്പോൾ എളുപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഒഴിവാക്കാം. ഡിറ്റർമിനന്റ് ഓഫ് A എന്ന് പറഞ്ഞാൽ x² - 4 ആണ്. ഡിറ്റർമിനന്റ് x² - 4. അപ്പോൾ നമുക്ക് എഴുതാം x² - 4. ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്. x² - 4ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ x² - 4 എന്ത് വരും? അത് +or-5 വരും. അപ്പോൾ x² എന്ത് വരും? +5 എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ റൈറ്റിലേക്ക് പോയാൽ 9 കിട്ടും. മൈനസ് എടുത്തിട്ട് കാര്യമില്ല, അപ്പോൾ നെഗറ്റീവ് ആയിപ്പോകും. അതൊരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ x² 9 ആണെങ്കിൽ x +or-3 ആയിരിക്കും. ഓപ്ഷൻ എ വരും. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഈ പ്രോപ്പർട്ടി അറിയാമെങ്കിൽ കുറച്ച് എളുപ്പം കിട്ടുമെന്ന് മാത്രം. അതല്ലെങ്കിൽ നിങ്ങൾ A² കാണേണ്ട വരും. A × A എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അടുത്തത്, ഇത് കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ടഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ സ്വാഭാവികമായിട്ട് ഫസ്റ്റ് കോളത്തിലാണ് കൂടുതൽ 0 വരുന്നത്. അപ്പോൾ ഫസ്റ്റ് കോളം വെച്ച് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യും. ഫസ്റ്റ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ 1 × this - this എന്നാണ് വരുന്നത്. എന്നാലും കുറേ അധികം ടേമുകൾ വരും. സിംപ്ലിഫിക്കേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതേസമയം ഒരു ചെറിയ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത കാര്യങ്ങൾ വളരെ എളുപ്പമാവും. പ്രോപ്പർട്ടി എന്ന് പറയുന്നത് R2 ക്യൂസ്, അതായത് സെക്കൻഡ് റോ ക്യൂസ് R2 - R1. സെക്കൻഡ് റോ ക്യൂസ് സെക്കൻഡ് റോ മൈനസ് ഫസ്റ്റ് റോ. ഈ സെക്കൻഡ് റോ മൈനസ് ഫസ്റ്റ്, ഇതല്ലേ സെക്കൻഡ് റോ, ഇതാട്ടോ R2. R2 - R1 ചെയ്യുമ്പോൾ ഇത് 0 കിട്ടും. ഇത് മൈനസ് ചെയ്യുമ്പോൾ മൈനസ് പ്ലസ് വരും. അപ്പോൾ അത് 1 ആയി പോകും. പിന്നെ ഇത് മൈനസ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ക്യാൻസലായി പോകും. ഒത്തിരി എളുപ്പമാവും. എന്നിട്ട് ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്താൽ കുറച്ച് ടൈം സേവ് ചെയ്യാം. നോക്കിക്കോളൂ, ഫസ്റ്റ് റോയ്ക്ക് ഒരു മാറ്റവും ഇല്ല. തേർഡ് റോയ്ക്ക് ഒരു ചേഞ്ചും ഇല്ല. ഓക്കെ അല്ലേ? സെക്കൻഡ് റോയ്ക്ക് മാത്രം ഒരു ചേഞ്ച് വന്നു. എന്താണ്? സെക്കൻഡ് മൈനസ് ഫസ്റ്റ്. ദിസ് മൈനസ് ദിസ് 0. ദിസ് മൈനസ് ദിസ് എന്ന് വെച്ചാൽ cos² + sin² വരും. അത് 1 വരും. cos² - sin² പ്ലസ് ആവും. ഇതിനകത്തോ ഇത് രണ്ട് സെയിം ടൈം കട്ടായി പോകും, 0 കിട്ടും.
ഇപ്പോൾ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഷൻ വളരെ എളുപ്പമാണ്. ഇനി C1 ഫസ്റ്റ് കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ 1 ഇൻറ്റു ദിസ് തേർഡ് കോളവും ഫസ്റ്റ് കോളവും തേർഡ് റോയും എലിമിനേറ്റ് ചെയ്താൽ ദിസ് 0 മൈനസ് ദിസ്. അപ്പോൾ ഇത് പ്ലസ് വരും. മൈനസ് ഓഫ് മൈനസ് പ്ലസ് വരില്ലേ. 2 + 4 cos 6 തീറ്റ. ആ പ്രോപ്പർട്ടീസ് നേരത്തെ സ്കൂളിൽ പഠിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ സിലബസിൽ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല. എൻട്രൻസിന് പോകുന്നവർ പഠിച്ചിട്ടുണ്ടാവും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോപ്പർട്ടി അറിഞ്ഞാൽ കുറേ എളുപ്പം കിട്ടും കേട്ടോ. കുറേ അല്ല, നിങ്ങളിപ്പോൾ അല്ലാതെ ഡയറക്റ്റ് എക്സ്പാൻഡ് ചെയ്തോളൂ. ആൻസർ കിട്ടില്ല എന്ന് ഞാൻ പറയില്ല, ആൻസർ കിട്ടിയിരിക്കും. സമയം കുറേ നിങ്ങളെ നഷ്ടപ്പെടും. ഈ സിമ്പിളായിട്ടുള്ള 1-2 പ്രോപ്പർട്ടീസ് ഒന്ന് അറിഞ്ഞിരിക്കും. ഇതിനകത്തുനിന്ന് 4 cos 6 തീറ്റ ഈക്വൽ ടു -2 എന്നും ഇത് റൈറ്റിലേക്ക് പോകുന്നു. cos 6 തീറ്റ ഈക്വൽ ടു -1/2 എന്നും കിട്ടും. cos 6 തീറ്റ ഈക്വൽ ടു -1/2. കോസിന് എപ്പോഴാണ് -1/2 വരുന്നത്? ട്രിഗണോമെട്രി ഒന്ന് ചിന്തിച്ച് നോക്കി. കോസിന് 1/2 എന്ന് വരുന്നത് 60ലാണ്. -1/2 വരുന്നത് π - π/3, ദാറ്റ് ഈസ് 2π/3. 2π/3 മാത്രമല്ല കേട്ടോ, π + π/3 വരും. അത് നിങ്ങൾക്ക് നോക്കാം. പക്ഷേ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് മാത്രം തീറ്റ കണ്ടുപിടിക്കുമ്പോൾ. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നു cos 6 തീറ്റ ഈക്വൽ ടു -1/2 ആണെങ്കിൽ ഈ ആംഗിൾ 6 തീറ്റ എന്ന് പറയുന്നത് 2π/3 വന്നാൽ മതി. 2π/3 120 വന്നാൽ ഇത് -1/2 കിട്ടിക്കോളും. എന്ത് സംഭവിക്കും? ഇതും കട്ട് ചെയ്ത് പോയി ഇവിടെ 3 വരും. അല്ലെങ്കിൽ താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീറ്റ ഈക്വൽ ടു π/9 എന്ന് കിട്ടും. ഇവിടെ 3 വരും. 3യും 6ഉം 2ഉം കട്ട് ചെയ്ത് പോയി 3 വരും. 3 താഴേക്ക് പോയാൽ π/9 എന്ന് കിട്ടും. അങ്ങനെ ഓപ്ഷൻ ഡി എന്ന് കിട്ടും. നിങ്ങളെ കാണുമ്പോൾ ഒന്ന് പേടിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, സമ്മതിച്ചു. ഡയറക്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ നിൽക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. സമയം കുറേ നിങ്ങളെ നഷ്ടപ്പെടുത്തും. ഈ പ്രോപ്പർട്ടി ക്ലിക്കായി കഴിഞ്ഞാൽ ചെയ്തോളൂ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വിട്ടുകളയുന്നതായിരിക്കും നല്ലത്. ഓക്കെ, കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഈ ഫസ്റ്റ് കോളത്തിൽ എത്ര 0 കാണുമ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യാനുള്ള ശ്രമം നടത്തും. സക്സസ് ആവുകയാണെങ്കിൽ ചെയ്തോളൂ കേട്ടോ. അടുത്തത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് നടക്കും കാര്യങ്ങൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ R1 gives ഫസ്റ്റ് റോ R1 + R2 + R3. ഇതാണ് R1, ഇതാണ് R2, ഇതാണ് R3. ഇത് മൂന്നും ആഡ് ചെയ്യുന്നു. അപ്പോൾ സെക്കൻഡ് റോയ്ക്ക് ഒരു ചേഞ്ചും ഇല്ല കേട്ടോ. തേർഡ് റോയ്ക്കും ഒരു ചേഞ്ചും ഇല്ല കേട്ടോ. ഇത് മൂന്നും ആഡ് ചെയ്യും. അപ്പോൾ x + 1 + 3, അപ്പോൾ 4 + x കിട്ടും. ഓക്കെ, 4 + x കിട്ടും. 2 + x + 2, അതും 4 + x കിട്ടും. -1 + 5 + x, അതും 4 + x കിട്ടും. = 0 എന്ന് എടുക്കും. ഫസ്റ്റ് റോയിൽ നിന്ന് നമുക്ക് x + 4 പുറത്തേക്ക് എടുക്കാം കേട്ടോ. 1 1 1 1 x 5 3 2 x. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യാം. പക്ഷേ ഇത് എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനു മുമ്പ് നിങ്ങൾക്ക് ആൻസർ കിട്ടും. രണ്ടിൻ്റെ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ഐദർ ദിസ് = 0 ഓർ ദിസ് = 0. അപ്പോൾ ഇത് = 0 എന്ന് എഴുതിയാൽ x + 4 = 0 എന്നും x = -4 എന്നും കിട്ടും. അങ്ങനെ ഓപ്ഷൻ ഇ വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. നമ്മൾ ക്വാഡ്രാറ്റിക് കാണുന്നില്ല, രണ്ടോ മൂന്നോ എത്ര എണ്ണത്തിൻ്റെ ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ഐദർ എനി ഓഫ് ദം ഈസ് 0, ഫസ്റ്റ് ഈസ് 0 ഓർ അനദർ സെക്കൻഡ് ഈസ് 0 ആൻഡ് സോ ഓൺ. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. സമയം കുറച്ച് സേവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ചെയ്യുന്ന ആൾ ഇവിടെ തന്നെ ആൾക്ക് ആൻസർ അയാൾ നോക്കും. x = -4 ഉണ്ടോ എന്ന് നോക്കും. ഈ സ്റ്റെപ്പ് ഒന്നും എഴുതില്ല. x = -4 ഉണ്ടെങ്കിൽ അയാൾ അത് മാർക്ക് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഇത് എക്സ്പാൻഡ് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ x × x² - 10 - 2 അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ടൈം സേവ് ചെയ്യാൻ വേണ്ടി മാത്രം ഈ 1-2 പ്രോപ്പർട്ടീസ് ഒന്ന് പഠിച്ചാൽ നന്നായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. XA = B. എക്സ് കണ്ടുപിടിക്കണം. XA = B. എങ്ങനെ എക്സ് കണ്ടുപിടിക്കും? ഈസി അല്ലേ? എന്ത് ചെയ്താൽ മതി? A ഇൻവേഴ്സ് കൊണ്ട് 2 സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുക. ചിലർ എക്സിന് പകരം ABC എന്ന് പറഞ്ഞൊരു മെട്രിക്സ് എടുക്കുക. അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ABCD എന്ന് പറഞ്ഞ് 2 സൈഡും A ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇത് I ആവും. ഈ ടൈം I എന്ന് കിട്ടും.
അപ്പോൾ എക്സ് ഇൻറ്റു ഐ എക്സ് കിട്ടും. ബി ഇൻറ്റു എ ഇൻവേഴ്സ് കണ്ടാൽ മതി. എന്താ ബി എന്ന് പറയുന്നത്? ബി എന്ന് പറയുന്നത് 1 1 -1 -1. എന്താണ് എ ഇൻവേഴ്സ്? എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിറ്റർമിനൻറ്റ് എ. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് അല്ലേ? അതെ. ഡിറ്റർമിനൻറ്റ് എന്ത് വരും? 0 -1. അപ്പോൾ അത് 1 ആയിപ്പോയി, അത് രക്ഷപ്പെട്ടു. 2/2ൻ്റെ അഡ്ജോയിൻ്റ് എങ്ങനെ കാണും? 2/2ൻ്റെ അഡ്ജോയിൻ്റ് കാണാൻ ഡയഗണൽ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. മെയിൻ ഡയഗണൽ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു, ഓഫ് ഡയഗണലിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുന്നു. മെയിൻ ഡയഗണൽ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു, ഓഫ് ഡയഗണലിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുന്നു. ഇത് മൾട്ടിപ്ലൈ ചെയ്തോ. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 2 + 1 3 കിട്ടും. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം -1 കിട്ടും. -2 -1 -3 വരും. -1 1 കിട്ടും. 3 -1 -3 1 3 -1 -3 1. ഓപ്ഷൻ സി കിട്ടും. ഇപ്പോൾ പല ക്വസ്റ്റ്യനും ഇങ്ങനെയുള്ള ഐഡിയ ട്രിക്കുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ കിട്ടുമെന്ന് മാത്രം. നിങ്ങളിപ്പോൾ സാധാരണ ചെയ്യുന്ന ചിലപ്പോൾ എക്സ് ഈക്വൽ ടു ഒരു മെട്രിക്സ് എടുക്കും. എങ്ങനെ? എ ബി സി ഡി എന്നൊക്കെ എടുക്കും. എന്നിട്ട് അത് ബ്രാക്കറ്റ് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം കറസ്പോണ്ടിങ് എലമെൻറ്റ് ഇക്വേറ്റ് ചെയ്യും. കുഴപ്പമൊന്നുമില്ല, സമയം കുറച്ചെടുക്കും. അടുത്ത ക്വസ്റ്റ്യൻ. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, ഓ. വെറുതെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. എ ബി കാണുക. എ ബി എന്ന് പറയുന്നത് 2/1 ആയിരിക്കും. 2 റോ 1 കോളം. നോക്കൂ, ഫസ്റ്റ് ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 3 -2 ആൽഫ +1. അല്ല, ഒരു മൈനസ് കിടപ്പുണ്ട്. അല്ല, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 3 × 1 -2 × ആൽഫ 1 × -1 -1 കേട്ടോ വരുള്ളൂ. 1 × -1 -1 എന്നേ കിട്ടുള്ളൂ. 2 ആൽഫ -1 ഈക്വൽ ടു, ഇവിടെ ഫസ്റ്റ് ഇതിൽ വരുന്നത് -2 ആണ്. അത് മാത്രം എടുത്താൽ മതിയല്ലോ നമുക്ക്. അപ്പോൾ 2 - 2 ആൽഫ ഈക്വൽ ടു -2 എന്നും 4 ഈക്വൽ ടു 2 ആൽഫ എന്നും ആൽഫ ഈക്വൽ ടു 2 എന്നും കിട്ടും. ഓപ്ഷൻ ഡി കിട്ടും. വെരി സിമ്പിൾ. ഓപ്ഷൻ ഡി കിട്ടും. വെരി സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് എക്സ് സാറ്റിസ്ഫൈസ് ദ ഇക്വേഷൻ. ഒന്നുകിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം പുറത്തേക്ക് വന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഈക്വൽ ടു 6 എന്നാണ്. എക്സ്പാൻഡ് ചെയ്താലും ഒരു കുഴപ്പമില്ല. ഞാൻ തേർഡ് റോ വെച്ച് ചെയ്യും കേട്ടോ. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, തേർഡ് റോയിലാകുമ്പോൾ ഒരു എലമെൻറ്റ് 0 ഉണ്ടല്ലോ, അതുകൊണ്ട് എടുത്തുന്നുള്ളൂ. 1 × ഇതും പോയാൽ 0 - 2 വരും. അടുത്ത ടൈം -0 വരും. -2 × ഇതും പോയാൽ 2x - 2 വരും. ഈക്വൽ ടു 6 വരും. ദാറ്റ് ഈസ് -2 -4x +4 ഈക്വൽ ടു 0 വരും. അല്ലേ? അതെ, 0 അല്ല കേട്ടോ, 6 വരും. ഈക്വൽ ടു 6 വരും. അടുത്ത സ്റ്റെപ്പിലോ ഇത് റൈറ്റിലേക്ക് പോയാൽ 4x വരും. -2 -8 +4 -4 വരും. ഇപ്പോൾ x ഈക്വൽ ടു -1 ആണോ കിട്ടുക? അങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ? x ഈക്വൽ ടു -1. യെസ്, ഓപ്ഷൻ എലഫൻറ്റ് വരും. ഓക്കെ, ഇവിടെ ഞാൻ പ്രോപ്പർട്ടി ഒന്നും അപ്ലൈ ചെയ്തില്ല കേട്ടോ. കഴിഞ്ഞ ക്വസ്റ്റിന് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ ഒരു എലമെൻറ്റ്, ചെറിയ എലമെൻറ്റുകളൊക്കെ അല്ലേ, വളരെ പെട്ടെന്ന് കിട്ടും. അതൊക്കെ ഡയറക്റ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. പിന്നെ ഈ സൈനൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഒന്നും ആലോചിക്കാനില്ല, നിങ്ങൾക്കറിയാവുന്ന ഡിറ്റർമിനൻ്റ് എക്സ്പാൻഷൻ. ഇപ്പോൾ സെക്കൻഡ് കോളം വെച്ച് ചെയ്താലോ സെക്കൻഡ് റോ വെച്ച് ചെയ്താലോ കുഴപ്പമൊന്നുമില്ല. ഒരു 0 ഉള്ളത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഡിറ്റർമിനകത്ത് കൂടുതൽ 0 എവിടെയാണോ ഉള്ളത് അത് വെച്ച് ചെയ്യാറുണ്ട്, കാരണം പെട്ടെന്ന് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട്. അടുത്തത് ബി തന്നിട്ടുണ്ട്, ഡിറ്റർമിനൻ്റ് ബി കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഡിറ്റർമിനൻ്റ് എ ഒന്ന് കാണാം. ഡിറ്റർമിനൻ്റ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് റോ വെച്ച് കാണാം. സെക്കൻഡ് റോ R2 വെച്ച് കണ്ടു കഴിയുമ്പോൾ ഇത് പ്ലസ് മൈനസ് പ്ലസ്, ഇത് മൈനസ് വരും കേട്ടോ. -(-1) ഇൻറ്റു ഇത് വരുന്ന റോയും കോളം അങ്ങ് മാറ്റി, സെക്കൻഡ് റോ ഫസ്റ്റ് കോളം മാറ്റിയാൽ 1 + 2 വരും. അടുത്ത ടൈം 0 ആയിപ്പോയി. -2 ഇൻറ്റു ഇത് വരുന്ന റോയും കോളവും മാറ്റിയാൽ -4 + 1 വരും. സിംപ്ലിഫൈ ചെയ്താൽ ഇത് 3 കിട്ടും. പിന്നെ ഇതോ
-3 ഇൻറ്റു -2 +6 കിട്ടും. അങ്ങനെ ഇത് 9 കിട്ടും. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ബി എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടുന്നത് എന്താണ്? A/9 ആണ്. ബി എന്ന് പറയുന്നത് A/9 ആണ്. ഓക്കെ, ഡിറ്റർമിനൻ്റ് ബി കാണണം. ഡിറ്റർമിനൻ്റ് ബി എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് A/9 വരും. ഒരു ചെറിയ പണിയുണ്ട്. എന്താ അത്? ഡിറ്റർമിനൻ്റ് ഓഫ് കെ എ, ഇത് മസ്റ്റായിട്ട് പഠിക്കൂ, ഇസ് k⁻n ഇൻറ്റു ഡിറ്റർമിനൻ്റ് എ. n എന്താ? n ഓർഡർ. ഇത് അഡ്ജോയിൻറ്റിൻ്റെ കേസിലാണെങ്കിൽ, അഡ്ജ് ഓഫ് കെ ആണെങ്കിലോ, അഡ്ജ് ഓഫ് കെ ആണെങ്കിൽ k⁻n−1 ഇൻറ്റു അഡ്ജ് ആയിരുന്നു. അവിടെ n−1 വരും, ഇവിടെ n വരും കേട്ടോ. n ഓർഡറാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 1/9 ഹോൾ ക്യൂബ് എന്ന് എഴുതേണ്ട വരും. കാരണം 3 ആണ് ഓർഡർ, 3/3 മെട്രിക്സ് അല്ലേ. ഇൻറ്റു ഡിറ്റർമിനൻ്റ് എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ കിട്ടി 1/9 ക്യൂബ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് 9 എന്ന് ഇവിടെ കിട്ടി. ഓക്കെ, ആ പ്രോപ്പർട്ടി ഒന്ന് ഓർക്കണേ. ഡിറ്റർമിനൻ്റ് കേസിൽ കോൺസ്റ്റൻ്റ് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ⁻n എഴുതും, അഡ്ജിൻ്റെ കേസിൽ ⁻n−1 എഴുതും. അപ്പോൾ ഓപ്ഷൻ സി കിട്ടും, ഓപ്ഷൻ സി. ഓക്കെ, ആ പ്രോപ്പർട്ടി ഒന്ന് ഓർത്തിരുന്നോളൂ കേട്ടോ. ഇത് രണ്ടും ഇതിനകത്ത് k⁻n−1 ഇൻറ്റു അഡ്ജ്. അടുത്തത് ഡിറ്റർമിനൻ്റ് എ കണ്ടുപിടിക്കണം. ഡിറ്റർമിനൻ്റ് ബി 16 തന്നിട്ടുണ്ട്. ഓക്കെ, ഡിറ്റർമിനൻ്റ് ബി എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് A1 2B1 4C1 2A2 4B2 8C2 4A3 8B3 16C3. ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിറ്റർമിനൻ്റ് എ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് ഡിറ്റർമിനൻ്റ് എ ആക്കി മാറ്റണം. ഇതെങ്ങനെ ഡിറ്റർമിനൻ്റ് എ ആക്കി മാറ്റുമെന്ന് ചോദിച്ചാൽ നോക്കൂ, R2 സെക്കൻഡ് റോയിൽ നിന്ന് 2 എടുക്കുക. R2ൽ നിന്ന് ആരെ എടുക്കണം? 2 കോമൺ. R3ൽ നിന്ന് ആരെ എടുക്കണം? R3ൽ നിന്ന് 4. ഡിറ്റർമിനൻ്റ് ആകുമ്പോൾ ഏതെങ്കിലും റോയിൽ നിന്നോ കോളത്തിൽ നിന്നോ ഒക്കെ എടുക്കാം. മെട്രിക്സിനെ പോലെയല്ല. മെട്രിക്സ് ആകുമ്പോൾ എല്ലാ എലമെൻറ്റിൽ നിന്നും എടുക്കണം. അപ്പോൾ സെക്കൻഡിൽ നിന്ന് 2 എടുത്തു, തേർഡിൽ നിന്ന് 4 എടുത്തു. ഫസ്റ്റിന് ഒരു മാറ്റവും ഇല്ല. ഇതിൽ നിന്ന് 2 പുറത്തേക്ക് വന്നു, ഇതിൽ നിന്ന് 4 പുറത്തേക്ക് വന്നു, ഓക്കെ. ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് C2വിൽ നിന്ന് 2 എടുക്കാം, C3യിൽ നിന്ന് 4 എടുക്കാം. എന്തെടുക്കാം? C2വിൽ നിന്ന് 2 എടുക്കാം. അപ്പോൾ 2 ഇൻറ്റു 4 ഇൻറ്റു 2 ഇൻറ്റു C3യിൽ നിന്ന് 4 എടുത്തു. ഇത് കഴിയുമ്പോൾ ഡിറ്റർമിനൻ്റ് എ അല്ലേ വന്നേന്ന് നോക്കിയേ. ഇവിടുന്ന് 2 എടുത്തു, ഇവിടുന്ന് 4 എടുത്തു, പിന്നെ എ അല്ലേ വരുന്നത്. ഓക്കെ, ഈ ആൻസർ കിട്ടും. ഇതെത്രയാണ്? ഡിറ്റർമിനൻ്റ് ബി 16 ആണ്. ഇത് താഴേക്ക് കൊണ്ടുവന്നാൽ മതി. ഡിറ്റർമിനൻ്റ് എ എന്ന് പറയുന്നത് 16/4 ഇൻറ്റു 16 വരും അല്ലേ. ഇത് താഴേക്ക് വരുന്നു. അപ്പോൾ 16 കട്ടായിപ്പോയി, 1/4 ഓപ്ഷൻ ബോക്സ് കിട്ടുന്നു. ഈ ഒരു പ്രോപ്പർട്ടി ഒന്ന് അറിഞ്ഞിരിക്കൂ. ഡിറ്റർമിനൻ്റിൻ്റെ അകത്ത് ഏതെങ്കിലും റോയിൽ നിന്നോ കോളത്തിൽ നിന്നോ കോമൺ ആയി എലമെൻ്റ് എടുക്കാം. മെട്രിക്സിൽ അതല്ല, കംപ്ലീറ്റ് എലമെൻറ്റിൽ നിന്ന് കൊടുക്കണം. ഒരു മെട്രിക്സിൽ എല്ലാ എലമെൻറ്റിൽ നിന്നും എടുക്കണം. ഡിറ്റർമിനൻ്റിൽ നിന്നാകുമ്പോൾ ടേക്കൺ ഫ്രം എനി റോ ഓർ കോളം. അടുത്തത് A is an invertible matrix satisfies the equation. 7A inverse കാണണം. വളരെ എളുപ്പമല്ലേ? ഈ 5A² മൈനസ് 4A മൈനസ് 7I ഈക്വൽ ടു 0. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ A ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. A ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, A ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതെന്താവും? ഇത് 5A എന്ന് കിട്ടും. A² ഇൻറ്റു A ഇൻവേഴ്സ്. ഇത് A ഇൻറ്റു A ഇൻവേഴ്സ് I കിട്ടും. മൈനസ് 7A ഇൻവേഴ്സ് ഈക്വൽ ടു 0 വരും. ഈ 7A ഇൻവേഴ്സ് റൈറ്റിലേക്ക് കൊണ്ടുപോയി
7a ഇൻവേഴ്സ് റൈറ്റിലേക്ക് കൊണ്ടുപോയാൽ 5a മൈനസ് 4i എന്ന് കിട്ടും. 7a ഇൻവേഴ്സാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ടേം റൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു. 5a മൈനസ് 4i ഓപ്ഷൻ എ കിട്ടും. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ. മെട്രിക്സ് ഇക്വേഷനൊക്കെ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചിലപ്പോൾ എ ഇൻവേഴ്സ് മാത്രം കാണാൻ പറയും. ഇപ്പോൾ 7 സൈഡിലേക്ക് കൊണ്ടുകൊണ്ട് വരും. ഇതും പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, അഡ്ജ് എ ബൈ 3b കണ്ടുപിടിക്കണം. ഇങ്ങനെയൊരു പ്രോപ്പർട്ടി തന്നിട്ടുണ്ട്, പഠിച്ചിട്ടില്ലേ നിങ്ങൾ? ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് എ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഡിറ്റർമിനന്റ് എ റൈസ് ടു n മൈനസ് 1. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് വെച്ചിട്ടൊക്കെ ഒരു ക്വസ്റ്റ്യൻ കീമിന് തീർച്ചയായിട്ടും വരും. 2 അഡ്ജ് അല്ലെന്നാലോ ഡിറ്റർമിനന്റ് എ റൈസ് ടു n മൈനസ് 1 ഹോൾ സ്ക്വയർ വരും. 3 അഡ്ജ് വന്നാലോ ഡിറ്റർമിനന്റ് എ റൈസ് ടു n മൈനസ് 1 ഹോൾ ക്യൂബ് വരും. ഇങ്ങനെ നിങ്ങൾക്ക് ഫസ്റ്റ് അഡ്ജ് വെച്ചായിരിക്കും കീമിനൊക്കെ വരുള്ളൂ. ജെയ്യൊക്കെ വരുമ്പോൾ കുറേ അധികം അഡ്ജുകൾ വരാറുണ്ട്. ഇവിടെ 2 അഡ്ജ് വന്നതുകൊണ്ട് ഹോൾ സ്ക്വയർ ഇടും. n എന്ന് പറയുന്ന ഓർഡർ ആട്ടോ. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് എ ബൈ ഡിറ്റർമിനന്റ് ബി. ഇതിനെ ഡിറ്റർമിനന്റ് എ റൈസ് ടു n മൈനസ് 1 ഓർഡർ 3 ആയതുകൊണ്ട് 3 മൈനസ് 1 ബൈ ഡിറ്റർമിനന്റ് ഓഫ് 3a എന്നിട്ടു. 3a ബിക്ക് പകരം 3 എന്ന് തന്നിട്ടുണ്ട്. ഇനി അടുത്ത പ്രോപ്പർട്ടി, ന്യൂമറേറ്റർ ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയർ വരും. ഈ കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുക്കാം. കെ കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുക്കുമ്പോൾ 3 ക്യൂബ് എന്നിടും. നേരത്തെ പറഞ്ഞില്ലേ ഒരെണ്ണത്തിൽ ഇൻറ്റു ഡിറ്റർമിനന്റ് എ വിച്ച് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ ബൈ 9 കിട്ടും. 9 അല്ല 27 വരും. ഡിറ്റർമിനന്റ് എ എത്രയാ? ഡിറ്റർമിനന്റ് എ 7 ആണ്. സോ 7/27 ഓപ്ഷൻ ഡി. ഈ പ്രോപ്പർട്ടി അറിയണേ. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജ് എ ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ റൈസ് ടു n മൈനസ് 1. അപ്പോൾ ഇവിടെ ആ പ്രോപ്പർട്ടി കൊടുക്കുന്നു. n 3 ആണ്. ഇനി താഴെ പിക്ക് പകരം 3a കൊടുത്തു. കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുക്കുമ്പോൾ കോൺസ്റ്റന്റ് റൈസ് ടു n വരുന്നു. അത് 27 വരുന്നു. ക്യാൻസൽ ചെയ്ത് പോകുന്നു. ആൻസർ കിട്ടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ, ഡിറ്റർമിനന്റ് എ റൈസ് ടു 5. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ ഡിറ്റർമിനന്റ് എ കാണും. ഡിറ്റർമിനന്റ് എ എന്ന് പറയുന്നതോ 7 മൈനസ് 9 ദാറ്റ് ഈസ് മൈനസ് 2 കിട്ടും. ഇനി നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി ഡിറ്റർമിനന്റ് ഓഫ് എ റൈസ് ടു 5നെ എന്തെഴുതാം? ഡിറ്റർമിനന്റ് എ ഹോൾ റൈസ് ടു 5 എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 2. -2 അല്ല -2 റൈസ് ടു 5. -2 റൈസ് ടു 5. ഇവിടെ നമ്മൾ എ റൈസ് ടു 5 കാണാൻ പോയാൽ ബുദ്ധിമുട്ടാവുക. പ്രോപ്പർട്ടി ഏതാ? ഡിറ്റർമിനന്റ് ഓഫ് എ റൈസ് ടു n ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് എ ദ ഹോൾ റൈസ് ടു n. അപ്പോൾ ഇത് വെച്ച് ചെയ്യുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടോ. ആദ്യം ഒരു സ്ക്വയറിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തു. പക്ഷെ അത് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഈ പ്രോപ്പർട്ടി അറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് 5 അല്ലേ? എ റൈസ് ടു 5 ഒക്കെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ സമയം ഒത്തിരി വേസ്റ്റ് ആവും. അപ്പം -2 റൈസ് ടു 5 -2 തന്നെയല്ലേ 7 മൈനസ് 9. -2 റൈസ് ടു 5 എന്ന് പറയുമ്പോൾ 32 വരും അല്ലേ? 2 റൈസ് ടു 5 32 ആണ്. ഓഡ് പവർ ആയതുകൊണ്ട് നെഗറ്റീവ് അതുപോലെ തന്നെ വരും. അടുത്ത ക്വസ്റ്റ്യൻ, എ സ്ക്വയർ ഈക്വൽ ടു എ ആണ്. ഇതെന്താ? വാല്യൂ ഓഫ് എക്സ്. ഇത് സാധാരണ പോലെ തന്നെ ചെയ്യുക. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 മൈനസ് 1 12x ഇൻറ്റു 4 മൈനസ് 1 12x ഈക്വൽ ടു ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. 16 മൈനസ് 12 4 കിട്ടും. അടുത്തത് മൾട്ടിപ്ലൈ ചെയ്താൽ -4 -4 -x എന്ന് വരും. ഈക്വൽ ടു ഇവിടെ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ബാക്കിയൊന്നും ഞാൻ എഴുതുന്നില്ല കേട്ടോ. 4 മൈനസ് 1 12x ആണ്. അപ്പോൾ ഇത് മാത്രം ഒന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി നമുക്ക്. അപ്പോൾ എന്ത് കിട്ടും? -4 -x ഈക്വൽ ടു -1. ദെൻ ഇത് പുറത്തേക്ക് വന്നാൽ -3 ഈക്വൽ ടു x -4 -x ഈക്വൽ ടു -1 x ഈക്വൽ ടു -3 ഓപ്ഷൻ ബോക്സ്. x ഈക്വൽ ടു -3 ഓപ്ഷൻ ബോക്സ്. ഓക്കെ, അടുത്തത് എ തന്നിട്ടുണ്ട്. ദെൻ എ സ്ക്വയർ ഇൻറ്റു അഡ്ജ് എ. എ സ്ക്വയർ ഇൻറ്റു അഡ്ജ് എ എന്ത് ചെയ്യും? ആൻസർ ഒരു നമ്പറിലൊന്നും അല്ല കൊടുത്തേക്കണേ. ഒരു ചെറിയ പ്രോപ്പർട്ടി നിങ്ങൾക്കറിയാം. എ ഇൻറ്റു അഡ്ജ് എ എന്തായിരിക്കും? എ ഇൻറ്റു അഡ്ജ് എ.
എ ഇൻറ്റു അഡ്ജ് എ ഇസ് ഈക്വൽ ടു അഡ്ജ് എ ഇൻറ്റു എ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഐ എന്ന് പറഞ്ഞ് NCERT കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനുണ്ടല്ലോ എ ഇൻറ്റു അഡ്ജ് എന്ന് എഴുതാം. എ സ്ക്വയർ ആയിരുന്നു, എ സ്ക്വയറിന് എ ഇൻറ്റു എന്ന് എഴുതണേ കുഴപ്പമില്ല. എ ഇൻറ്റു അഡ്ജ് എക്ക് പകരം ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഐ എന്നാക്കി മാറ്റും. എ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് എ വളരെ എളുപ്പമാണ്. കണ്ടോ, ഡിറ്റർമിനൻറ്റ് എ 15 - 14 1 കിട്ടും. അപ്പോൾ ഇത് 1 ആയി പോകും. 1 ഇൻറ്റു ഐ വരും. അപ്പോൾ എ ഐ വരും. എ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ എ തന്നെയല്ലേ. ഐ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സാണ്. ഐഡൻറ്റിറ്റി വിളിച്ച് എന്തിനെ മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടും. അപ്പം ഇതൊക്കെ ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? NCERT പ്രോപ്പർട്ടീസ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ച് പഠിക്കണം. എൻട്രൻസിൻ്റെ ഏതെങ്കിലും ബുക്കുകൾ നോക്കിയാൽ ഈ പ്രോപ്പർട്ടി എല്ലാം കിട്ടും. പിന്നെ ഒരു പ്രാക്ടീസ് മതി. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ഡയറക്റ്റ് സിംപ്ലിഫിക്കേഷൻ, ഒന്നും ചെയ്യാനില്ല. ഈ 2 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. 6 8 10 2x പ്ലസ് 1y x 0 ഈക്വൽ ടു 7 0 10 5. ഇനി കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് എക്സ് കിട്ടണമെങ്കിൽ എല്ലാത്തിൻ്റെ ആ ഫസ്റ്റ് ഈ ടൈമുകൾ ആഡ് ചെയ്യുക. ഇത് പ്ലസ് ഈക്വൽ ടു ഇത്. അപ്പോൾ എന്ത് കിട്ടി? 10 + x ഈക്വൽ ടു 10. അപ്പോൾ എക്സ് 0 വന്നു. ഇനി y കിട്ടണമെങ്കിലോ ഇത് പ്ലസ് ഇത് അല്ലേ, ഇത് പ്ലസ് ഇത്. അപ്പോൾ 8 + y ഈക്വൽ ടു 7. അപ്പോൾ എന്ത് കിട്ടും? y ഈക്വൽ ടു 1 കിട്ടി. y ഈക്വൽ ടു 1 കിട്ടി. തെറ്റിയോ? ഒന്നോടെ നോക്കട്ടെ. 2 കൊണ്ട് ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കറസ്പോണ്ടിങ് എലമെൻറ്റുകൾ ആഡ് ചെയ്യുന്നു. ഇവിടെ തെറ്റി. ഇത് ഇങ്ങനെയല്ലേ ആഡ് ചെയ്യുക അല്ലേ? അപ്പോൾ 8 + y ഈക്വൽ ടു 0 ആയാലോ വരുന്നത്. 8 + y ഈക്വൽ ടു 0 കിട്ടും. ഇവിടെ ഞാൻ എഴുതിയത് മിസ്റ്റേക്ക് വന്നു, സോറി കേട്ടോ. മെട്രിക്സ് എഴുതിയതിൽ മിസ്റ്റേക്ക് വന്നേ, സോറി. 1y 0 1. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 10 അല്ല, നമുക്ക് എക്സ് വേണമെങ്കിൽ അത് കിട്ടിയിട്ട് കാര്യമില്ല. ഇതിനകത്ത് നിന്ന് എന്തായാലും y ഈക്വൽ ടു -8 കിട്ടി. എക്സ് കിട്ടാൻ വേണ്ടിയിട്ട് എക്സിൻ്റെ ടേമുകൾ എടുക്കാം. സെക്കൻഡ്. അപ്പോൾ 2x + 1 ഈക്വൽ ടു 5 എന്നും 2x ഈക്വൽ ടു 4 എന്നും കിട്ടി. 2x ഈക്വൽ ടു 4. അപ്പോൾ x ഈക്വൽ ടു 2 കിട്ടി. നമുക്ക് എന്താ ആവശ്യം? x - y ആവശ്യം. അപ്പോൾ 2 - -8 വരും. x - y 2 - -8 മൈനസ് പ്ലസ് വരും. അങ്ങനെ ഓപ്ഷൻ ഡി കിട്ടും. 10 ഓപ്ഷൻ ഡി കിട്ടും. 2 - -8 ഓപ്ഷൻ ഡി കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബി തന്നിട്ടുണ്ട്. അഡ്ജോയിൻ്റ് ഓഫ് എ മെട്രിക്സ്. അതായത് ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു നോക്കൂ. ബി എന്ന് പറയുന്നത് അഡ്ജോയിൻ്റ് ഓഫ് എ ആണ്. ബി ഈക്വൽ ടു അഡ്ജ് എ ആണ്. അപ്പോൾ അഡ്ജൊക്കെ കണ്ടുപിടിക്കൽ വലിയ ബുദ്ധിമുട്ടാണ്. അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ആൽഫ കണ്ടുപിടിക്കേണ്ടത്. കാരണം നമുക്ക് ഓരോ എലമെൻറ്റിൻ്റെയും കോഫാക്ടർ കണ്ടെത്തി ട്രാൻസ്പോസ് അതിലേക്കൊന്നും പോകണ്ട. ഡിറ്റർമിനൻ്റ് എ തന്ന സ്ഥിതിക്ക് നമുക്ക് കംപ്ലീറ്റ് ഡിറ്റർമിനൻ്റ് എടുക്കാം. അപ്പോൾ ഡിറ്റർമിനൻ്റ് ബി എന്ന് പറഞ്ഞേ. വേണമെങ്കിൽ ഇത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ കുറച്ച് എളുപ്പം കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യണേ ചെയ്യാം. ഡിറ്റർമിനൻ്റ് ബി എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 0 വരും അല്ലേ, മൈനസ് ആൽഫ ആയിട്ട് ഫസ്റ്റ് റോ ചെയ്യുന്ന കേട്ടോ. 4 - 6 ദാറ്റ് ഈസ് -2 വരും. പ്ലസ് 3 ഇൻറ്റു
4 - 6 എല്ലാം 4 - 6 വരുന്നത്. 4 - 6 ഇതും 4 - 6 -2 വരും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2α - 6 അതാണ് ഡിറ്റർമിനന്റ് ബി. 2α - 6 2α - 6 ആണ് ഡിറ്റർമിനന്റ് ബി. അപ്പോൾ ഡിറ്റർമിനന്റ് ബിക്ക് പകരം 2α - 6 കൊടുത്തു. ഇനി ഇത് കഴിഞ്ഞത് കുറച്ച് മുമ്പ് ചെയ്തോളൂ. ഡിറ്റർമിനന്റ് ഓഫ് HJ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് A റൈസ് ടു n-1 ഇടാന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ ഡിറ്റർമിനന്റ് A എന്ന് പറയുന്നത് 4 ആണ്. ഡിറ്റർമിനന്റ് A എന്ന് പറയുന്നത് 4 ആ. ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. n 3 ആണ്. അപ്പോൾ 3 - 1 2 വരും, which is equal to 16 വരും. അപ്പോൾ 2α is equal to 22 വരും. 16 + 6 ആൽഫ is equal to 11 കിട്ടും. ഓപ്ഷൻ ഡി. ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു നോക്കണം കേട്ടോ. ബി എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? അഡ്ജോയിന്റ് ഓഫ് എ. ബി ഇസ് ദ അഡ്ജോയിന്റ് ഓഫ് എ. സോ വി റൈറ്റ് ബി ഇസ് ഈക്വൽ ടു അഡ്ജ് എ. എന്നിട്ട് ഡിറ്റർമിനന്റ് കാണാൻ വേറൊരു കാരണവും ഇല്ല. ഡിറ്റർമിനന്റ് തന്നിട്ടുണ്ട്, ഡിറ്റർമിനന്റ് കണ്ടേക്കാന്ന് വെച്ചു. ക്വസ്റ്റ്യൻ ശരിക്കും നോക്കുന്നു, ഓപ്ഷനും നോക്കുന്നു. ഓപ്ഷൻ ഒരു നമ്പറായിട്ടാണ് തന്നിരിക്കുന്നത്, അത് തന്നെ ചെയ്യും. ക്വസ്റ്റ്യനും ഓപ്ഷനും ശരിക്കും അനലൈസ് ചെയ്യുക. ഇതെന്താ വാല്യൂ ഓഫ് എക്സ്. ഇത് ഒന്നേലും പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്തോളൂ, എന്തായാലും കുഴപ്പമില്ല. നമുക്ക് ഡയറക്റ്റ് എക്സ്പാൻഡ് ചെയ്തേക്കാം. അപ്പോൾ എക്സ് ഇൻറ്റു ഫസ്റ്റ് റോ വെച്ച് ചെയ്യുകയാണ്. 3 + x വരും, ശരിയല്ലേ? ഫസ്റ്റ് റോ വെച്ച് 3 - -6 -1 ഇൻറ്റു 12 - x വരും, ശരിയല്ലേ? അതെ. +2 ഇൻറ്റു -4 - 1 വരും, ശരിയല്ലേ? ഈക്വൽ ടു -10. അടുത്ത സ്റ്റെപ്പ് 3x + x² -12 + x. 3x + x² -12 + x. ടേമുകൾ ശരിക്കും ശ്രദ്ധിക്കണേ. ഇത് -5 വരും. -10 ഈക്വൽ ടു -10 അല്ലേ? അത് കട്ടായിപ്പോയി. ബാക്കി പറയൂ. x² + 4x -12 ഈക്വൽ ടു 0 കിട്ടി. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് -12 സം 4. പ്രോഡക്റ്റ് -12 സം 4 ഏതൊക്കെയാണ്? x + 6 ഇൻറ്റു x - 2 ഈക്വൽ ടു 0. x ഈക്വൽ ടു 2, -6. എക്സിന് 2 എന്ന -6 കിട്ടും. ഉണ്ട് ഓപ്ഷൻ എസ്, ഓപ്ഷൻ എലഫൻറ്റ്, ഓപ്ഷൻ ഇ ഉണ്ട്. ഓക്കെ, ഡയറക്റ്റ് ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്തു, ഒന്നും ചെയ്തില്ല പ്രോപ്പർട്ടി. ഇതെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു സ്ക്വയർ മെട്രിക്സ് തന്നിട്ടുണ്ട്. MIJ എന്ന് പറയുന്നത് മൈനറാണ്, AIJയുടെ മൈനറാണ്. MIJ എലമെൻറ്റുകൾ തന്നിട്ടുണ്ട്. ദെൻ ഡിറ്റർമിനന്റ്. നിങ്ങൾ ഡിറ്റർമിനന്റിനെ കുറിച്ച് ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചേക്കണേ? കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇൻ എനി റോ ഓർ കോളം. ഏതെങ്കിലും ഒരു റോയിലെയോ കോളത്തിലെയോ എലമെൻറ്റും അതിൻ്റെ കറസ്പോണ്ടിങ് കോഫാക്ടർ. ഫസ്റ്റ് റോ എടുക്കണമെങ്കിൽ ഫസ്റ്റ് റോയുടെ കോഫാക്ടർ, സെക്കൻഡ് റോ എടുക്കണമെങ്കിൽ സെക്കൻഡ് റോയുടെ കോഫാക്ടർ. ഏത് റോ അല്ലെങ്കിൽ കോളമാണോ എടുക്കുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് കോഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ ഡിറ്റർമിനന്റിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് റോയാ തന്നിരിക്കുന്ന എലമെൻറ്റ് A11, A12, A13. അപ്പോൾ ആ പ്രോപ്പർട്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ A11 ആണെങ്കിൽ അത് ഇൻറ്റു അതിൻ്റെ കോഫാക്ടർ ചിലർ C11 എന്ന് എഴുതും, ചിലർ A11 എന്ന് എഴുതും. NCERT ക്യാപിറ്റൽ A ആയതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതുന്നു കേട്ടോ. പ്ലസ് ഫസ്റ്റ് റോയിലെ രണ്ടാമത്തെ എലമെൻറ്റ് ഇൻറ്റു അതിൻ്റെ കോഫാക്ടർ, മൂന്നാമത്തെ എലമെൻറ്റ് ഇൻറ്റു അതിൻ്റെ കോഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. നോക്കൂ, A11 തന്നിട്ടുണ്ട് 1, M11 തന്നിരിക്കുന്നത്. അതിൻ്റെ കോഫാക്ടർ എന്ന് പറയുമ്പോൾ സൈൻ മാറണേ. AIJ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? -1 റേസ് ടു I + j ഇൻറ്റു MIJ. മൈനറിന് സൈൻ കൊടുക്കുമ്പോഴല്ലേ കോഫാക്ടർ കിട്ടുക. ഇവിടെ 1 എന്നാണ്. 1 എന്ന് പറയുമ്പോൾ 1 + 1 2 വരും, സൈനിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ -40 അങ്ങനെ തന്നെ എഴുതാം. പ്ലസ് A12 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു A12 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സൈൻ മാറും. A12 -1 റേസ് ടു 3 വരില്ല, അപ്പോൾ ഇതിൻ്റെ സൈൻ പ്ലസ് ആവും.
A13 ഈസ് -2 ഇൻറ്റു ഇതിൻ്റെ സൈൻ മാറില്ല 1+3 എന്ന് പറയുമ്പോൾ 4 ആണ് 35 അങ്ങനെ ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി -40 + 30 -70 that is -10 -70 which is -80 എന്ന് കിട്ടും -80 ഓപ്ഷൻ ബോക്സ് കിട്ടും -80. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2024 കീം എൻട്രൻസിന് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് ചോദിച്ചു. ഏകദേശം 18ഓളം ക്വസ്റ്റ്യൻസ്, 5 എക്സാം, 3 അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ ആണ് വന്നത്. അപ്പോൾ കാര്യമായ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസിൽ നിന്ന് കേട്ടോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇൻ്റഗ്രേഷനിൽ എന്തോ ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് കിട്ടിയത്. 3 അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ വരുന്നു, പക്ഷെ അത് ചെയ്യാവുന്ന ക്വസ്റ്റ്യനാണ്. NCERTയിലെ കാര്യങ്ങളൊക്കെ പഠിക്കുക, പ്രോപ്പർട്ടീസൊക്കെ ഒന്ന് നോക്കിയാൽ മതി. പിന്നെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ചാപ്റ്ററായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു, ബൈ.